നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ആരോഗ്യത്തിനെയും നശിപ്പിക്കുന്ന ഒരു അദൃശ്യനായ ശത്രു നമ്മൾക്ക് ചുറ്റിലും തന്നെയുണ്ട്. അതിൻ്റെ പേരാണ് ഗ്ലെയർ. ഇത് പലപ്പോഴും നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ എതിർവശത്ത് വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ നിന്ന് അടിക്കുന്ന ശക്തമായ ബീം, ഇത് നമുക്ക് ഗ്ലെയറിൻ്റെ ഒരു കൂടിയ വെർഷനാണ്. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ സൂര്യൻ അഗൻസ്റ്റായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും ഇതേ അവസ്ഥ നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. ഇതേ അവസ്ഥ നമ്മളുടെ വീട്ടിലുണ്ട്, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ ഓഫീസിലുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും തെറ്റായ ലൈറ്റിംഗ് ഡിസൈൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ ഒരു അവസ്ഥ നമ്മൾ ഫീൽ ചെയ്യുന്നത്. ലൈറ്റിംഗ് ഡിസൈൻ്റെ പിഴവാണ് ഇത്തരത്തിലുള്ള ഗ്ലെയർ ഉണ്ടാവാനുള്ള കാരണം. പലപ്പോഴും നമ്മൾ വീട്ടിൽ ഫേസ് ചെയ്യുന്ന തലവേദന, മാനസിക അസ്വസ്ഥത, ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഇതിനെ കുറ്റപ്പെടുത്തുന്നത് കാലാവസ്ഥയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം കാരണം പലപ്പോഴും ഗ്ലെയർ ആണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ഗ്ലെയറിൻ്റെ പ്രശ്നം നമ്മളുടെ വീടുകളിൽ മാത്രമല്ല, പലപ്പോഴും നമ്മൾ കച്ചവട സ്ഥലങ്ങളിൽ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോഴും ഈ ഗ്ലെയർ അമിതമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ നമ്മളുടെ തീരുമാനം എടുക്കാനും ഒക്കെ നമുക്ക് വേണ്ടത്ര ഒരു കോൺസെൻട്രേഷൻ ലഭിക്കാതെ വരും. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം വാച്ച് ചെയ്യുകയാണ്, അപ്പോഴും ഈ ഗ്ലെയർ ഒരു വില്ലനാവാറുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് സ്റ്റേജിലേക്കുള്ള വ്യൂ എല്ലാം നമ്മളെ ഈ ഗ്ലെയർ തടസ്സപ്പെടുത്താറുണ്ട്. ആരാധനാലയങ്ങളിൽ പോലും പലപ്പോഴും നമ്മൾ ഭക്തി പുരസ്സരമായിട്ട് നമുക്ക് നിൽക്കാൻ തന്നെ ഈ ഗ്ലെയർ ഒരു ശല്യപ്പെടുത്താറുണ്ട്. നമുക്ക് ഒരു ശാന്തമായ അന്തരീക്ഷം പലപ്പോഴും തരാത്തതിൻ്റെ മുഖ്യ വില്ലൻ ഗ്ലെയറാണ്. പലപ്പോഴും ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഗ്ലെയർ എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയറായി പറയാൻ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. എന്താണ് ഗ്ലെയർ? ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് നമ്മുടെ കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്ന ആ ലൈറ്റിനെയാണ് നമ്മൾ ഗ്ലെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്ലെയർ മൂലം ഒരേ സമയം നമ്മുടെ കണ്ണുകൾ ഈ വെളിച്ച സ്രോതസ്സിൽ നിന്ന് വരുന്ന ശക്തി കൂടി വെളിച്ചവും ഈ വസ്തുവിൽ നിന്ന് വരുന്ന ശക്തി കുറഞ്ഞ വെളിച്ചവും ഒരേ സമയം ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് നമുക്കുണ്ടാകുന്ന പ്രയാസം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ലൈറ്റ് സോഴ്സ് അല്ല കാണേണ്ടത്, ലൈറ്റ് കാണിച്ചു തരുന്ന വസ്തുവിനെ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ടത്. ഗ്ലെയറിനെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണരുത്. ഗ്ലെയർ പലപ്പോഴും വീട്ടിലെ നമ്മളുടെ സമാധാന അന്തരീക്ഷം തന്നെ നശിപ്പിക്കാറുണ്ട്. പലപ്പോഴും ഈ ഗ്ലെയർ കാരണം നമുക്ക് അസ്വസ്ഥതയും തലവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൂഡ് തന്നെ നശിപ്പിക്കപ്പെടുകയാണ്. അതുപോലെ കടയിൽ പോകുന്ന ഒരു കസ്റ്റമർ ആണെങ്കിലും ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ വൈകും, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാതെ തന്നെ ആ കസ്റ്റമർ ചിലപ്പോൾ കട വിട്ടു പോയി. ഇതേ അവസ്ഥ തന്നെയാണ് ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലോ സംഭവിക്കുന്നത്. എന്താവശ്യത്തിനാണോ അവിടെ പോയത് അത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയാതെ വരും. ഒരു കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വീടിൻ്റെയോ ഒരു കടയുടെയോ ലൈറ്റിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് ഒരു നല്ല കൺസൾട്ടൻ്റെയോ അല്ലെങ്കിൽ നല്ലൊരു ഡിസൈനറുടെയോ സഹായം നിങ്ങൾ തേടുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി ഓർപ്പിക്കാനുള്ളത്. ഏതായാലും ഇത് ഗ്ലെയർ എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് വീട്ടിലും നിങ്ങളുടെ സ്ഥാപനത്തിലുമൊക്കെ ഇതിൻ്റെ കറക്റ്റീവ് ആക്ഷൻ എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. നല്ല വെളിച്ചം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ.